അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വട്ടവടയിലെ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ്. ഓൾറെഡി നമ്മൾ 2-3 സ്ഥലങ്ങളുടെ ട്രെക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ട്രെക്കിംഗ് വീഡിയോസാണ് ഇത് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിലന്തിയാർ വാട്ടർഫോൾ അല്ലേ, നമ്മളിപ്പോൾ ചിലന്തിയാർ വാട്ടർഫോൾസിലോട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ 2-3 പ്ലേസ് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്പോട്ടാണ് ഇത്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എൻ്റെ ചേട്ടൻ കൂടെ പോകുന്നുണ്ട്. സ്വാതി ചേച്ചി അപ്പം ചേട്ടൻ പുറകെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെക്കിങ് വരുന്നതൊക്കെ. ഇങ്ങനത്തെ ഒരു കാട് വൈബ്. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കണത് ഒരു ഈവനിങ് ടൈമാണ്. 4 മണി കഴിഞ്ഞിട്ടുള്ള ആ ടൈം, 4 മണി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് നമ്മളിങ്ങനെ വന്നേക്കുന്നത്. ഓഫ് റോഡ് ട്രെക്കിങ്. ഞങ്ങൾ മേളിൽ സ്റ്റീഫൻ ലെഗസിയിൽ റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആണ് ട്രെക്കിങ്ങിന് പോന്നേക്കണത്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് 4 ആൾക്ക് 2000 രൂപയാണ് ചാർജ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഭയങ്കര അഫോർഡബിൾ ആണെന്ന്. ഇത്രയും സ്ഥലങ്ങൾ കാണിക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കിനി വാട്ടർഫോൾസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ബാക്കി വീഡിയോസ് കാണിക്കാം. ഇതാണ് ചിലന്തിയാർ വാട്ടർഫോൾ അല്ലേ? അത് അപ്പുറം സൈഡൊക്കെ വെള്ളച്ചാട്ടം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കണതുണ്ട്. ഞാനത് കാണിക്കാം. ഇപ്പം നമ്മൾ കേവിലോട്ട് പോണേന്. ചേട്ടൻ എന്നെ പിടിക്കട്ടെ, ചേട്ടൻ എന്നെ കൊണ്ടോട്ടോ, അതിൻ്റെ ചെറുപ്പത്തിൽ എന്നാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ആ ചേട്ടനെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പം മുമ്പ് ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മൃഗങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കുറേ നടന്നതിന് ശേഷം നമ്മൾ ഗുഹ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗുഹ. മൊത്തം കാടാണ് കേട്ടോ, മൊത്തം കാട്, കാട്, കുറ്റിക്കാടെന്നൊക്കെ പറയില്ലേ അതുപോലെ. ഉള്ളിൽ പോവാന്നാണ് പറയണത്. വായിച്ച് കയറാം. ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മള് ഗുഹയുടെ ഉള്ളിലോട്ട് പോവാണ്. ചേച്ചിയുടെ ഒരു ഫോണുണ്ടോ? എടിയേ സ്വാതിയേ പുറത്തുതാ എവരുത്തിയേ എടാ ഈ മരത്തി കൂടെ ഇറങ്ങാ. അവളിന്തി അവരിന്തി അങ്ങനെ. ചേട്ടാ ഗുഹന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് പറ. ഇത് പറ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഗുഹയിലെ ട്രെക്കിങ് കഴിഞ്ഞ് നമ്മള് ജീപ്പ് ഇട്ടോടത്തേക്ക് പോവാൻ കേട്ടോ. അപ്പം പണ്ട് ആ ഗുഹയിലൊക്കെ പുലി ഉണ്ടായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരു സമയം തൊട്ട് പുലി വരുന്നില്ല. ഇപ്പോൾ പുലിയില്ല. മുമ്പ് പുലി ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഞാൻ ഗുഹയുടെ ഉള്ളിലേക്ക് പോയില്ല. ഞാൻ പകുതി വരെ പോയപ്പോഴത്തേനും എനിക്ക് പിന്നെ കയറാൻ പറ്റുന്നില്ല. മുകളിലോട്ട് പാറക്കല്ല് വന്നതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി. അപ്പച്ചേട്ടനാണ് ഫുള്ള് കയറിയത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗുഹയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗുഹയുടെ ഉള്ളിൽ കയറലും ഗുഹ കാണാൻ പോക്കൊക്കെ. ഈ മരം പ്ലൈവുഡ് അടിക്കുന്ന മരം എന്നാണ് പുള്ളി പറഞ്ഞത്. ഓരോ സ്ഥലത്തുമ്പോഴും ഓരോ കാര്യത്തെപ്പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക്. ആളുടെ ഒപ്പം നടന്നാലേ. ഇപ്പം ചേട്ടന് കൂടെ നടക്കണം. അപ്പം ചേട്ടനോടാണ് എല്ലാം പറഞ്ഞു കൊടുക്കണം. ആളുടെ ഒപ്പം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുള്ളി പറഞ്ഞു കൊടുക്കും. അപ്പം ഇനി നമുക്ക് ജീപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ബൈ ബൈ. നിങ്ങളെ ഞാൻ വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ലല്ലേ? പോണ വഴിക്ക് ഞാൻ വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് ചിലന്തിയാർ വാട്ടർഫോൾസ് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് അടുത്തോട്ട് പോകുന്നില്ല, നമുക്ക് ടൈമില്ല, കുറച്ച് ഏരിയയും കൂടി കവർ ചെയ്യാനുണ്ട്, ലേറ്റ് ആവുകയും ചെയ്ത്. അതുകൊണ്ട് അധികം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പോവുകയാണ്. കണ്ട, ഇതാണ് ചിലന്തിയാർ വാട്ടർഫോൾസ് കേട്ടോ. അപ്പം ബൈ ബൈ. അപ്പം അടുത്ത ഓരോ സ്പോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ജീപ്പ് എത്തി. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക്. ബൈ ബൈ. ട്രെക്കിങ് ചെയ്ത് നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വ്യൂ പോയിന്റ്. ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ്. നമ്മുടെ ട്രെക്കിങ് കഴിഞ്ഞു. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അങ്ങനെ വട്ടവട ട്രെക്കിങ്ങും ട്രാവലിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. റൂം മീൻസ് ഞങ്ങളുടെ ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ ഫോണിൽ ചാർജ് ഇല്ല. നമ്മുടെ നൈറ്റ് നമ്മുടെ റൂം സ്റ്റേ. അവിടെ ഫുഡ് കഴിക്കുന്ന സെക്ഷനാണ്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു റെസ്റ്റ്, നമുക്കിവിടെ കുറച്ച് ചില്ല് ചെയ്ത് വൈബ് ചെയ്തിരിക്കാം. പിന്നെ പൂള്, അവർ പൂളിൽ ഇറങ്ങി, ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ നിൽക്കുന്നത്. പൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡിങ് അല്ലായിരുന്നു. നൈറ്റിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ്. നൈറ്റിലെ ഫുഡ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞതാണ്. പൊറോട്ടയും മുട്ടക്കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി നമ്മളിങ്ങനെ പുറത്ത് പോയി കഴിയുമ്പോൾ ആ ഫുഡൊന്നും എനിക്കങ്ങനെ പിടിക്കാറില്ല. ഇവിടെ എനിക്ക് കുഴപ്പമുണ്ടായില്ല ഫുഡൊക്കെ. ഇങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറും ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി കിടന്നുറങ്ങണം. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആകെ ആവശ്യമായിട്ടാണ് വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. റൂമിൻ്റെ പുറത്തിറങ്ങിയിരുന്നപ്പോഴേക്കും മഞ്ഞ് വീഴുന്നതൊക്കെ കണ്ടു കേട്ടോ. ഇത് ശരിക്കും ചാറ്റൽ മഴ അല്ല കേട്ടോ, മഞ്ഞ് വീഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഡേ 1 കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡേ 2 കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ.